അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോയി നമ്മൾ അനാവശ്യമായി ഇടപെടാൻ പാടില്ല. അത് വളരെയധികം മോശമായ ഒരു കാര്യമാണ്. സത്യത്തിൽ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കൾക്കൊക്കെ ഒരു പ്രായപൂർത്തിയും പക്വതയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളും ആലോചനകളിലും പരിമിതികളിലും അവർ നിൽക്കണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമുക്ക് അതുകൊണ്ട് അവർക്ക് തെറ്റായ സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കണമെന്നോ തിന്മകൾക്ക് അനുവദിക്കണമെന്നോ എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ അവർക്കൊരു വ്യക്തിത്വമുണ്ട്. അവർക്ക് അവരുടേതായ അറിവും വിദ്യാഭ്യാസവും കാഴ്ചപ്പാടുമുണ്ട്. അതനുസരിച്ച് നല്ല വഴിക്ക് പോവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് കൊടുക്കണം. അത് വളരെ അനിവാര്യമായ ഒരു കാര്യമാകുന്നു. ഒരു കുട്ടിയുടെ കാര്യം വന്നപ്പോഴാണിത് ഇങ്ങനൊരു ആശയം ഓർമ്മ വന്നത്. അതായത് പ്രായപൂർത്തിയായിട്ടും വിവാഹം കഴിയാതിരിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ എന്താണ്, അവൾക്ക് വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, നല്ല കുടുംബ പശ്ചാത്തലങ്ങളുണ്ട്. ഒരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി ആളുകൾ അത്രയും അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡായ വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി എന്തുകൊണ്ട് വിവാഹിതയാകുന്നില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് വല്ലാതെ വേദനിപ്പിച്ച് കളഞ്ഞത്. അതായത് ഒരന്വേഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവളെ കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്. അപ്പം അങ്ങനെ വന്നു. അയാൾക്ക് അവളെ ഇഷ്ടപ്പെട്ടു, അവൾക്ക് അയാളെയും ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട് അത് വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് ബന്ധുക്കളും കുടുംബങ്ങളും എല്ലാവരും ഇടപെട്ടിട്ട് അത് അവൾക്ക് ശരിയാവില്ല, അതങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാണ്, അത് അവസാനിപ്പിക്കുകയാണ്. സത്യം വെച്ചാൽ ആ കുട്ടിക്ക് ആ ഒരു ബന്ധം അത്രയും ആഗ്രഹമുള്ളതായതുകൊണ്ട് വിടാൻ പറ്റുന്നില്ല. മറ്റൊരാളെ മനസ്സിൽ വിചാരിക്കാനോ വേറൊരു വിവാഹത്തിന് സന്നദ്ധമാവാനോ പറ്റുന്നില്ല. അപ്പം അങ്ങനെ നീണ്ടു പോവുകയാണ് വിവാഹം. മറ്റയാൾ വേറെ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടായിരിക്കും. അപ്പം എന്തിനാണ് നമ്മൾ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവൾക്കിഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ അവൾക്ക് പറ്റും. ഞാൻ പറഞ്ഞാൽ എവിടുന്നെങ്കിലും പ്രേമിച്ചോ ഉണ്ടല്ല, നമ്മൾക്കൊരു പ്രപ്പോസലായി വന്ന് നമ്മളത് കാണിച്ചു കൊടുക്കൽ എപ്പോഴാണ്? കാണാൻ അവസരം ഉണ്ടാകൽ എപ്പോഴാണ്? ആ വിവാഹം നടക്കുമെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ഇനി കണ്ടിഷ്ടപ്പെട്ടാൽ നടക്കും എന്ന ഘട്ടം വരുമ്പോഴല്ലേ നമ്മളൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം മറ്റു ന്യായങ്ങൾ പറഞ്ഞ് ആ വിവാഹം തടസ്സപ്പെടുത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ ഒരാളെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രേമിച്ച് വന്ന ഒരു പെൺകുട്ടിക്ക് അവനെ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചല്ല ഈ പറയണത്. നമ്മൾ തന്നെ രക്ഷിതാക്കൾ മെനക്കെട്ടുണ്ടാക്കിയ ഇടപെട്ടുണ്ടാക്കിയ ഒരു ബന്ധം, അതിൻ്റെ ഇടക്ക് വെച്ച് അങ്ങനെ ചെയ്യുന്നത്. അത് ആൺകുട്ടികളാണെങ്കിലും അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ വിവാഹം കഴിക്കാൻ നമ്മൾ അനുവദിക്കണം. നമ്മളെ അന്വേഷണത്തിലൂടെ തന്നെ വന്നോട്ടെ. പക്ഷേ അവർക്കത് ഇഷ്ടമാണെങ്കിൽ മറ്റു കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മുടക്കാൻ പാടില്ല. ഇത് സത്യത്തിൽ വിവാഹിതരായ നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പല പെൺകുട്ടികളും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നു. പല ആൺകുട്ടികൾക്കും ജീവിതം അവർക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്നൊരവസ്ഥ ഉണ്ട്. അവരെവിടെ താമസിക്കണം, അവരെങ്ങനെ യാത്ര ചെയ്യണം, അവരെന്തൊക്കെ ആവണം എന്നതിനെക്കുറിച്ച് അവരുടെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ടിരിക്കുക. എത്രയോ പെൺകുട്ടികൾ പരാതി പറയുന്ന കാര്യമാണ്, എനിക്ക് എൻ്റെ ഒരു സ്വകാര്യ ആവശ്യം പറയണമെങ്കിൽ അതിന് അയാൾക്ക് ഉമ്മൻ്റെ പെർമിഷൻ വാങ്ങണം, എന്നിട്ടേ അതെനിക്ക് വാങ്ങിത്തരാൻ പറ്റുള്ളൂ എന്ന്. എത്രമാത്രം വലിയ ഇടപെടലാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടത്തുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, സ്വകാര്യതകളുണ്ട്. അതിലൊരിക്കലും നമ്മൾ ഇടപെടാൻ പാടില്ല. അതിൻ്റെ അർത്ഥം തെറ്റായ കാര്യങ്ങളെ വിരോധിക്കാൻ പാടില്ലെന്നോ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലെന്നോ മാർഗനിർദ്ദേശം, അതൊന്നും അതിനർത്ഥമല്ല. ഒരു വിവാഹം പോലെയൊക്കെയുള്ള കുടുംബജീവിതം പോലുള്ള കാര്യങ്ങളിലൊക്കെ വിവാഹിതരായ ആളുകളുടെ സ്വകാര്യതക്കും അവരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും നമ്മൾ പരമാവധി അനുവാദം കൊടുക്കുകയും അവരെ സ്വതന്ത്രമായി പോകാൻ, അതൊരു ജോലിൻ്റെ വിഷയത്തിലാണെങ്കിലും വിവാഹത്തിന് അവരുടെ പ്രായപൂർത്തിയെത്തിയ ആളുകളാവുമ്പോൾ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് നമ്മൾ കേൾക്കുകയും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുകയും അവിടെ സ്വാതന്ത്ര്യത്തിന് വിടുകയും വേണം. നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങളും വിവാഹങ്ങളാണെങ്കിലും ജോലികളാണെങ്കിലും അതൊന്നും അവർക്ക് തുടർന്നു പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ കാര്യം
നമ്മളോട് കുട്ടികളുടെ സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മൾ ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.